ഹലോ. ഹലോ. അപ്പൊ ഗായ്സ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് എവിടാണ്? തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാട്ടോ. അപ്പോ പോവാണ് കാശ്മീർ. അങ്ങനെ ഞങ്ങൾ കാശ്മീരിലേക്ക് ഒരു ടിക്കറ്റ് ഒന്നും കൺഫേം ലോങ് ആയിട്ടില്ല, ട്രിപ്പ് ഒന്നും പോവാണ്. ആയിട്ടില്ല. അതന്നെ എങ്ങനെ ആരെങ്കിലും പോലുണ്ടോ ഞങ്ങൾക്ക് അറിയില്ല, പക്ഷെ ഞങ്ങൾ എങ്ങനെ ജനറലാണ് പോണ്. പോണെ. അതെ, ഞങ്ങള് തൽക്കാലമൊക്കെ ബുക്ക് ചെയ്ത് കൺഫേം ആയില്ല. കൊറേ ദിവസമായി ടിക്കറ്റിന് ചെക്ക് ചെയ്ത് സ്ലീപ്പർ ചെക്ക് ചെയ്ത് ഒന്നും കിട്ടില്ല. കൊറേ അതുകൊണ്ട് ഞങ്ങൾ ജനറലിൽ അലിഞ്ഞു കയറാണ്. തിരിഞ്ഞില്ലേ. ഇനി കയറിയിട്ട് TTR അടുത്ത് ചോദിച്ചോക്കണം. കിട്ടിയ ഇക്കാക്ക് പോവാൻ ടൈമും ആയി, അതുകൊണ്ട് തന്നെ ഇനി സമയമല്ല കാത്തിക്കാന്. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ ഒന്നും നോക്കില്ല, ജനറലെങ്കിൽ ജനറൽ. 3 ദിവസം ഉണ്ട്, എന്നാലും വേണ്ടില്ല, ഞങ്ങൾ നോക്കട്ടെ. പറ്റുകയാണെങ്കിലേ കിട്ടിയാ രക്ഷപ്പെട്ടു. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പം 8:02 തൃശ്ശൂരാണല്ലോ കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. പറഞ്ഞോളൂ. ഫുഡ് കഴിക്കുക, അടിക്കുക, പോവുക, ടിക്കറ്റ് എടുക്കുക. അതെ, അപ്പൊ ഞങ്ങൾ തൃശ്ശൂരെത്തി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാ. ഇവിടെ കണ്ടോ ഫോണിൽ എടുക്കണേ. ചിക്കൻ കറിയും പൊറോട്ടയാണ് കഴിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുക. ഒരാൾ കണ്ടോ ട്രോളിയും പിടിച്ച് പോണ്. ഐ ലവ് നമ്മുടെ തൃശ്ശൂർ. ട്രെയിൻ വരാന് 10 മണിയാട്ടോ. ഇപ്പൊ സമയം 9:45. ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബാക്കി വിശേഷങ്ങളൊക്കെ ട്രെയിനിലെത്തിയിട്ട്. ഇഷ്ടം പോലെ ആൾക്കാരാണ് ഗൈസ്. അങ്ങനെ 10 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് ട്രെയിൻ എത്തിയിട്ടോ. ഞങ്ങൾ ട്രെയിനിൽ കയറി, ജനറലിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ കുറേ ടിക്കറ്റൊക്കെ നോക്കി, പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല. AC സ്ലീപ്പറോ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ രണ്ടിലും ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ രാത്രിയൊക്കെ ആയപ്പോൾ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ കയറിയ കമ്പാർട്ട്മെൻറ്റിൽ ബോഗിയിൽ ആരും ഇല്ലായിരുന്നു. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിടക്കാനും സൗകര്യമായിട്ട് കിടക്കാനുള്ള സ്പേസൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ദിവസം ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലാണ്ട് പോയി. ഞങ്ങൾ 10 മണിക്കാണ് കേട്ടോ കയറിയത്. അപ്പോൾ അതിൽ ഇപ്പം തന്നെ സ്ഥലം പിടിച്ചില്ലെങ്കിൽ ജനറൽ ആയതുകൊണ്ട് ഒക്കെ പോവും. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും അധികം ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ മുകളിൽ കയറി കിടന്ന്, ഇക്കയും അനിയനൊക്കെ താഴത്തായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ രാവിലെ എഴുന്നേറ്റിട്ടു. രാവിലെ ആകുമ്പോൾ പിന്നെ ഇവിടെ ആകുമ്പോൾ അധികം ഉറക്കം കൊണ്ട് ശരിയാവില്ല, ഇങ്ങനെ കുലുങ്ങി ട്രെയിൻ കളിക്കുന്നതുകൊണ്ട് തന്നെ. അങ്ങനെ രാവിലെ ഞാൻ എഴുന്നേറ്റ് വിലക്കെ അങ്ങനെ എഴുന്നേറ്റിരിക്കുന്നുണ്ട്. ഞാൻ ട്രെയിനിൽ നിന്നാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും. നിങ്ങളെല്ലാവരും ക്ഷമിക്കണം കേട്ടോ. വീണ്ടും ഞങ്ങളുടെ യാത്ര അങ്ങനെ തുടങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾക്കൊരു 4 ദിവസത്തെ ട്രാവൽ തന്നെ ഉണ്ട് കേട്ടോ. ഓരോരോ സ്റ്റോപ്പിലൊക്കെ നിർത്തുന്നേരം ഓരോരുത്തർ ഇങ്ങനെ ഓരോ സ്നാക്സ് അത് ഇത് അങ്ങനെ എന്തൊക്കെയോ തിന്നാൻ കൊണ്ടുവരും. ഞങ്ങൾ എന്നിട്ട് ഈ ഒരു സംഭവം മാത്രം വാങ്ങി. പിന്നെ അത്രയും നല്ലോണം വാങ്ങി തിന്നാൻ പറ്റുന്ന ഈ ഒരു സംഭവമാണല്ലോ, ബാക്കിയുള്ളൊന്നും പറ്റില്ലല്ലോ. പിന്നെ ഞാനും അനിയനും പിന്നെ കൂടെ വേറെ ഒരാളുണ്ട്. ഇക്ക ഞങ്ങളെ കൂടെ അല്ല കേട്ടോ. ഇക്ക തിരുപ്പതി എത്തിയപ്പോൾ സ്റ്റേഷനിൽ ഇറങ്ങി സ്ലീപ്പറിലോ AC-യിലോ ഞങ്ങൾക്ക് സീറ്റ് കിട്ടുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. TTR കണ്ടാൽ ചോദിച്ചാൽ ഓല് പറയല്ലോ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം. അങ്ങനെ അത് ചോദിക്കാൻ വേണ്ടി ഇക്ക പോയി. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് സ്ലീപ്പറിൽ സീറ്റ് കിട്ടിയിട്ടോ. AC-യിലൊന്നും ഫുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി നേരെ സ്ലീപ്പറിലേക്ക് കയറിട്ടോ. അങ്ങനെ ഏതായാലും ഞങ്ങൾ അതിൽ കയറി. ഞങ്ങൾ പഴം ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഡ്രിങ്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് കുടിച്ച്. പിന്നെ ഞങ്ങൾ വാങ്ങിയിട്ടുള്ള ആ ഒരു ചക്രല്ലേ, അപ്പോൾ അതൊക്കെ കഴിച്ച് രാവിലെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങളുടെ യാത്ര വീണ്ടും തുടങ്ങുകയാണ് കേട്ടോ. തിരുപ്പതിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നാണ് വിശന്നാലും ട്രെയിനിന് അധികം കഴിക്കാനൊരു ധൈര്യമില്ല, കാരണം വയറെങ്ങാനും സീനായാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞങ്ങൾ ഒരു 3:30 ആയപ്പോഴാണ് ഞങ്ങൾ പിസ്സ ഓർഡർ ചെയ്തിട്ടോ. അത് ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പിസ്സ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം ഞങ്ങൾ 4 ആൾക്ക് 2 പീസ് വെച്ച് കഴിക്കാനുള്ളതുണ്ടായിരുന്നു. ആ ഒരു പിസ്സ നല്ല ടേസ്റ്റി പിസ്സ തന്നെയായിരുന്നു. ഏതായാലും വയറ് നല്ലോണം നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പിസ്സ കഴിച്ചപ്പോൾ. പിസ്സൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഞങ്ങൾ പിന്നെ ഒരു ബോൾസ് വാങ്ങി, മീറ്റ് ബോൾസ്. ആ ബോൾസും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്തായാലും ട്രെയിൻ ആയതുകൊണ്ട് അധികം വാരി വലിച്ച് കഴിക്കാനും പറ്റൂല, ടോയ്ലറ്റൊക്കെ ഉണ്ടാവും. എന്നാൽ പോലും നമുക്ക് ആ ഒരു വയറിന് എന്തെങ്കിലും സീനായാൽ പിന്നെ പെട്ടില്ലേ. അപ്പോൾ ഞങ്ങൾ മീറ്റ് ബോളും അതൊക്കെ കഴിച്ച് തൽക്കാലം ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ട്രെയിനിൽ ഇരിക്കുക, കിടക്കുക, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. ഇക്ക ഒരു വേറെ ഒരാളായിട്ട് സംസാരിക്കുന്നുണ്ട്. അവർ രണ്ടാളും അവിടെ ഇരുന്നിട്ട് ഫിലിം കയറ്റി അങ്ങനെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനിരുന്ന് ബോറടിച്ചപ്പോൾ ഞാൻ ഇതേപോലെ അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാത്രി പിന്നെ കിടന്നുറങ്ങി. രാവിലെ ആയപ്പോൾ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടോ.
ഞങ്ങൾക്ക് 4 ദിവസത്തെ ട്രാവൽ ഉണ്ട്. ഇപ്പം നമ്മൾ ജമ്മുവിലെത്താൻ വേണ്ടിയിട്ട് 4 ദിവസത്തെ ട്രാവൽ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങളുടെ 3ാമത്തെ ദിവസമാണ്. ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കിടക്കുക ഇരിക്കുക നിൽക്കുക അങ്ങനെ തന്നെയല്ലോ. ഒരു ദിവസം ഞങ്ങൾ ജനറലിൽ കഴിഞ്ഞ് ബാക്കി 2 ദിവസം 3 ദിവസം സ്ലീപ്പറിലും അങ്ങനെ ആയിട്ടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങളുടെ 3ാമത്തെ ദിവസമാണ്. രാവിലെ ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്, ഞങ്ങളുടെ കയ്യിൽ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. ബിസ്ക്കറ്റും ചായയിലെല്ലാം വെള്ളത്തിൽ മുക്കി കഴിച്ചിട്ടോ. ചായ ഒന്നും വാങ്ങി കഴിച്ചിട്ടൊന്നുമില്ല, കുടിച്ചിട്ടൊന്നുമില്ല. അത്ര നല്ലതാണോ എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഞങ്ങളുടെ ജമ്മുവിലേക്കുള്ള യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ട്രെയിനിൽ ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടുമുട്ടും. പിന്നെ ഒരുപാട് ആൾക്കാരായിട്ട് അങ്ങനെ സമയം സ്പെൻഡ് ചെയ്യാൻ നല്ല ചില്ലായിരുന്നു. ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രെയിൻ യാത്രയൊക്കെ. ഫസ്റ്റാണ് ഇത്രയും ലോങ് ടൈം ഞാൻ ട്രെയിൻ ട്രാവൽ ചെയ്യുന്നത് തന്നെ കേട്ടോ. എന്തായാലും ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, ഒരുപാടായിട്ട് നല്ല ഫ്രണ്ട്സൊക്കെ ആയി, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈ ഒരു യാത്ര ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ജമ്മുവിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.